Hi friends, welcome to SHAHANAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തിനായിട്ട് ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി നന്നായി കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചതാണ്. ഇനി നമുക്ക് ഈ പച്ചരി ഒന്ന് അരച്ചെടുക്കണം. ഇതിനോടൊപ്പം തന്നെ ഒരു തേങ്ങ ചിരകിയത് കൂടി എടുത്തിട്ടുണ്ട്. എൻ്റെ ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം മുഴുവൻ എടുത്തത്. നിങ്ങളുടെ വലുതാണെങ്കിൽ ഒരു മുറി എടുത്താൽ മതി. പിന്നെ വേണ്ടത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയില്ലേ നമ്മുടെ ദോശ, ആ ദോശയുടെ കുറച്ച് മാവാണ്. 1.5 ഗ്ലാസ് പച്ചരിയും അതുപോലെ തന്നെ 1.5 ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് ഉഴുന്നും ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണുള്ളത്. പിന്നെ ഒരു 1/2 കപ്പ് ചോറുമാണ്. അപ്പോൾ ഈ ഒരു മാവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി നോക്കിയേക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് ചോറാണ്. അപ്പോൾ അതും കൂടിയും ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചോറും അരിയും തേങ്ങയും കൂടി ഒന്ന് അരച്ചെടുക്കുക. ഇതാ ഞാനിപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ആ ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പകുതി ഇട്ട് കൊടുക്കുക. ബാക്കി പകുതി നമുക്ക് നാളെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് നാളത്തേക്ക് വേണ്ടിയിട്ടാണ്, നാളെ രാവിലെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിതിപ്പോൾ വൈകുന്നേരമാണ് അരച്ച് വയ്ക്കുന്നത്. ഇതപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായി പൊന്തി നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഓരോ തവി മാവ് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വെള്ളപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തവി മാവ് വീതം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് കറക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ടെക്സ്ചർ കിട്ടും. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കറക്കിയെടുത്ത ശേഷം ഇനി ഇത് മൂടി വെക്കാം. 1 മിനിറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോഴേക്കും നമ്മുടെ വെള്ളപ്പമൊക്കെ സൂപ്പറായി വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, അതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിലാണ് ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് എത്തുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.